ഉദയസൂര്യനെ സാക്ഷിയാക്കി തൻ്റെ ജോലിക്കായി ഉണ്ണിക്കുട്ടൻ അതിരാവിലെ തന്നെ തൻ്റെ ആയുധപ്പുരയിലേക്ക് എത്തിച്ചേർന്നു. അതെ, നമ്മുടെ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടികളുടെ, നമ്മുടെ ഓട്ടോകളുടെ എല്ലാ തരം മോഡലും ഉണ്ണി ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ ഈ കാണും വണ്ടി ഉണ്ടല്ലോ, എല്ലും കോലായ ഒരു വണ്ടി എങ്ങനെ ഏത് കോലത്തിൽ ഓട്ടോറിക്ഷ ആക്കി തീർക്കണം അത് ഉണ്ണിക്കറിയാം. അതിൻ്റെ ബുദ്ധിയും പവറും തന്നെ. ആദ്യം ഞങ്ങൾ വിചാരിച്ചു എന്തൊരു ചേന വെട്ടിയിട്ട സാധനമാണ് ഈ കിടക്കുന്നത്. പക്ഷേ നമ്മൾ ചെന്നപ്പോൾ നമ്മൾ ഉണ്ണിനെയാണ് കാണുന്നത്, ഉണ്ണിൻ്റെ തലേനെ കാണുക. ആ തലേനുള്ള ബുദ്ധിയോട് ഉണ്ടാക്കുന്ന വണ്ടിൻ്റെ മോഡലുണ്ടല്ലോ, ആ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടറിയനെ വേണം, കേട്ടറിയല്ല, നമ്മൾ കാണണം. ആ ജാതി മോഡലാണ്. ഇതേപോലെ ഒരു ഓട്ടോ ഇന്നാൾ വെറും ചേസ് മാത്രമുള്ളൊരു ഓട്ടോ ഏത് മോഡലാണെന്നുള്ള ആ മോഡലാണ് മൂപ്പര് ഉണ്ടാക്കിയിട്ട്. എന്നിട്ട് ആ ഓട്ടോറിക്ഷ ഞങ്ങൾ കണ്ടപ്പോൾ അന്തം വിട്ടു. കാരണം ഒരു കാറാണ് നിർത്തിയെന്ന പോലെ തോന്നും. കാറ് നമ്മളെ മാരുതി റിറ്റ്സ് ഇല്ലേ, അതിൻ്റെ ബാക്കാണെന്ന് നമ്മൾ തോന്നുന്നു. പക്ഷേ അടിപൊളി ഒരു ഓട്ടോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടൊരു ഓട്ടോൻ്റെ ചേസ് മാത്രമാണ് നിങ്ങൾ ഇനി ഇതൊരു ഓട്ടോറിക്ഷ കിട്ടണമെങ്കിൽ ഉണ്ടല്ലോ ഉണ്ണി ഈ അടിപൊളി ഒരു മോഡലാക്കി തരും. ആത്മാർത്ഥതയും കറക്റ്റ് ടൈമും പറഞ്ഞ സമയത്തും നമുക്ക് നമ്മളെ ഓട്ടോറിക്ഷ അടിച്ചു പൊളിച്ചുകൊണ്ട് ഇറക്കി തരും കേട്ടോ. നല്ലൊരു ഓട്ടോ ഗ്യാരേജും കൂടിയാണ് ഉണ്ണി. കാരണം കുറഞ്ഞ ചിലവിൽ നമുക്ക് ഏത് മോഡലാക്കി തരണം അതൊക്കെ മൂപ്പരാക്കി തരാം. ആനക്കയം ചെക്ക് പോസ്റ്റിലാണ് കേട്ടോ ഉണ്ണി. അടിപൊളി. ഇത് നമ്മുടെ വർക്ക്ഷോപ്പാണ്, നാപ്പിൻ്റെ വർക്ക്ഷോപ്പാണ്. അവിടെ പോയി എല്ലാത്തരം പണികളും നമുക്ക് ഉഷാറായി കിട്ടും. ഉണ്ണി തൻ്റെ കലാവിരുതിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓരോ ഓട്ടോറിക്ഷകളും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഓരോന്നും ഓരോ ടൈമും കാര്യങ്ങളും ദിവസവും കുറിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ടൈമിനനുസരിച്ച് ഓരോ ഓട്ടോകൾ കൊടുത്തു വിടും. കാരണം തിരക്ക്, ജനങ്ങൾ തിരഞ്ഞു വരുന്നുണ്ട്. ആ ഷീറ്റും അതിൻ്റെ വർക്കും ഉണ്ടല്ലോ, അടിപൊളി വർക്കുമാണ്. അങ്ങനെ നമ്മളെ വണ്ടിക്ക് ചെറിയൊരു പണിയുണ്ട്. ആ പണിക്കും വേണ്ടി ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ഉണ്ണി പറഞ്ഞു ഇതിൻ്റെ പണി കഴിഞ്ഞാൽ എനിക്ക് തീർത്താൻ തരാറുണ്ട്. അങ്ങനെ നമ്മൾ കാത്തിരിക്കുകയാണ്. കാരണം അവൻ്റെ പണി എന്ന് പറഞ്ഞാൽ അത്രയും കറക്റ്റ് കണ്ണിങ് പണി. കണ്ടിന് ആ ഷീറ്റൊക്കെ വെട്ടി. ഇപ്പോൾ ഈ കാണുന്ന ഓട്ടോ ഉണ്ടല്ലോ, ഒരു പാർട്സ് മാത്രമുള്ള ഒരു ചേസ് മാത്രം കൊണ്ട് നിർത്തിയതാണ്. അപ്പോൾ അതൊരു ഓട്ടോറിക്ഷ ആക്കി എടുക്കണ്ടേ നമ്മൾ ഉണ്ണി. ഇപ്പോൾ കണ്ട അതിൻ്റെ ബാക്ക് ബോഡി ഉണ്ടാക്കി. അതുപോലെ ഓരോരോ സാധനം വളർന്ന് തിട്ടപ്പെട്ട് ഉഷാറായിട്ട് ഉണ്ടാക്കാണ് കുറഞ്ഞ പണിക്കൂലിയിൽ ഉണ്ണിട്ടോ. കുട്ടികളൊക്കെ പേടിച്ച് മണ്ടി തിരിച്ചിനെ കണ്ടപ്പോൾ കാരണം തിരിച്ച് കണ്ടപ്പോൾ ഒരു വട്ടം കറങ്ങുന്ന ചക്രം ഉണ്ടല്ലോ നമ്മൾ ഓണത്തിനും പെരുന്നാക്കൊക്കെ തിരിച്ചണേ, അതാണ് വിചാരിച്ചാണ് ഒക്കെ ഒന്ന് വിട്ടു നിൽക്കണം. അതുകൊണ്ട് സമാധാനമായി. അങ്ങനെ നമ്മളെ വർക്ക്ഷോപ്പിൻ്റെ ഉൾഭാഗമാണ് എല്ലാവിധ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. മുസ്തഫയാണ് അവിടെ. കാരണം നമ്മളെ വണ്ടിക്ക് ചെറിയൊരു പണിയുണ്ട്. ആ പണിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ണിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ഉണ്ണിനെയും പ്രതീക്ഷിച്ച് ഞാനിങ്ങനെ അവിടെ അന്തം വിട്ട് കോട്ടാ വിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങളും ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഉണ്ണിനെയും പ്രതീക്ഷിച്ച് കണ്ട് ഇപ്പോൾ നമ്മളെ വർക്ക്ഷോപ്പിൻ്റെ ഓരോരോ ഭാഗങ്ങൾ കാണേണ്ട അടിപൊളിയാണ്. നാഫിൻ്റെ വർക്ക്ഷോപ്പ് ആനക്കയത്ത്. അങ്ങനെ നമ്മളിങ്ങനെ കോഴിക്കുട്ടിക്ക് കൽക്കുചിനെ കിട്ടിയ മാതിരി പറഞ്ഞ മാതിരി ഇങ്ങനെ വട്ടം കറങ്ങി നീരുന്നു. ബാക്കിൻ്റെ പുള്ളി മോനെ എൻ്റെ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരേ ശരിയാക്കണ്ടേ. ഉണ്ണിയാണ് കേട്ടോ ഉണ്ണി. അങ്ങനെ കൊണ്ടുപോയി കൊടുത്ത് നമ്മളെ ഡീസൽ ടാങ്ക് പൊട്ടിയിട്ട് ഡീസൽ ടാങ്കിന് ആകെ ചോർച്ച. അപ്പോൾ ഉണ്ണി പറഞ്ഞു ഇജാണ് കൊടുന്നത്, ഞാനത് ക്ലിയറാക്കി തരാമെന്ന്. അങ്ങനെ ഉണ്ണി നമ്മളെ ഡീസൽ ടാങ്ക് അടച്ചിട്ടോ. നല്ല അലൂമിനിയം എന്താ പറയുക, ചെമ്പൊക്കെ ഇട്ട് അടച്ച് മുസ്തഫ നല്ല ഫിറ്റാക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ അടച്ച് നല്ല ഫിനിഷിങ്ങിലൊക്കെ ശരിയാക്കി തന്നു. അങ്ങനെ അതും ഫിനിഷിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം ആനക്കയത്ത് നിന്ന്.